എടി നീ എന്നെ എഴുതി പഠിപ്പിച്ചത് ഞാൻ അതുപോലെ അവിടെ പ്രസന്റ് ചെയ്തു. ഒരക്ഷരം വള്ളിപുള്ളി മാറ്റിയില്ല. അതാ കുഴപ്പമായത്. പാഠപുസ്തകം വായിക്കുന്നത് പോലെ അങ്ങ് വായിച്ചു കാണും. നിങ്ങൾ എന്തോ തട്ടിപ്പുമായിട്ട് ചെന്നതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ അവനിങ്ങനെ സംസാരിക്കുവോ? എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ അമ്പിനും വില്ലിനും അടുക്കില്ല. അവൻ ആ പ്രോജക്റ്റ് തലയ്ക്ക് പിടിച്ചിരിക്കുക. ഞാൻ പൈസ മുടക്കുന്നെങ്കിൽ അവൻ ആ പ്രോജക്റ്റ് വേണ്ടെന്നാ തീരുമാനം. അതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുന്നതാ. പെട്ടെന്ന് ഇമോഷണലായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ബ്ലാസ്റ്റ് ഔട്ട് ആയതാ. കുറച്ച് കഴിയുമ്പോ അവനിരുന്ന് ആലോചിച്ചോളും. ആലോചിച്ചു പറഞ്ഞാലും ആലോചിക്കാതെ പറഞ്ഞാലും അവൻ തീരുമാനിച്ചതാ. ഒരേ ചോരയാണെങ്കിലും എന്റെ സ്വഭാവം അല്ല അവന്. നിങ്ങൾ ചുമ്മാതിരിക്കും മനുഷ്യ. അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗമൊക്കെ വേറെയുണ്ട്. ആ, ഞാനൊരു മാർഗം പറയാം. ആ, പറഞ്ഞാട്ടെ. ഇത്രയും നാളും നിങ്ങൾ പറഞ്ഞ മാർഗമൊക്കെ വളരെ നല്ലതായിരുന്നു. മൊഴിഞ്ഞാട്ടെ. അല്ല എടി, നമുക്കേ ആൻസിക്കൊരു സപ്പോർട്ട് കൊടുത്താൽ എന്താ? എന്താ? അല്ല, അവളിപ്പോ ഒറ്റയ്ക്കല്ലേ, അവൾക്കൊരു സപ്പോർട്ട് കൊടുത്തതായിട്ട് കാണിക്കുന്നു. അപ്പൊ അനന്തന്റെ മനസ്സൊന്ന് ഇളകുവേ. എന്നിട്ട് അവരുടെ സൈബർ അന്വേഷണം അവസാനം ചെന്ന് നിൽക്കുന്നതേ നമ്മുടെ മരുമോന്റെ തലയിലായിരിക്കുവേ. അതുകൊണ്ട് അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്കങ്ങനെയാ തോന്നുന്നത്. അപ്പൊ തടയിടേണ്ടത് എവിടെയാ? ആൻസിയെ. അവളുടെ അന്വേഷണം അവളെ കൊണ്ട് തന്നെ മരവിപ്പിക്കുന്നു. എടി, രാജ്മോഹന് പകരം വരുന്ന പുതിയ ഉദ്യോഗസ്ഥൻ ആരെന്നറിയാമോ? ആരാ? ആ, CI സിബി ചെറിയാൻ. കോട്ടയത്ത് നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന സിബി ചെറിയാനോ? ആ, അത് തന്നെ. എന്റെ ഇടപെടല. അയാൾ ജോയിൻ ചെയ്തോ? ഇന്നോ നാളെ ജോയിൻ ചെയ്യും. ആ, അപ്പൊ കൊള്ളാം. ആദ്യമായിട്ട് ആ തലയൊന്ന് പുകഞ്ഞല്ലോ. എന്റെ മനുഷ്യ. അങ്ങനെ അവൾക്ക് സപ്പോർട്ട് കൊടുത്ത് സിബി ചെറിയാനെ കൂടെ നിർത്തി കേസില്ലാതാക്കിയാലേ നിങ്ങളുടെ 3.5 കോടി എങ്ങോട്ട് പോകുന്ന? അവസാനം സുധാകർജിയെ കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസ തിരികെ തന്നിട്ട് അവനങ്ങ് പോകും. ഒരു ബുദ്ധിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ചുമ്മാ അതല്ല. ചേരാന്ന് പറയുന്നത് ഇതും വർക്കൗട്ട് ആയില്ല. മനുഷ്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറഞ്ഞ കേട്ടെന്റെ അനുഭവിക്കുന്നു. എന്താ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഒന്നുമില്ല. ആ, ആത്മകഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കേ. ഇങ്ങോട്ട് നോക്കാൻ. ഇങ്ങോട്ട് നോക്ക്. ആദ്യം ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ മനസ്സിലാക്ക. അവന്റെ ആ ബോംബെക്കാരൻ മാനേജർ ഇല്ലേ ഇവിടെ? അവന്റെ ഒരു ആത്മാവുണ്ടല്ലോ, കൊടുവള്ളി എന്ന് പറഞ്ഞ ഒരുത്തൻ. അവനും ഉണ്ട്. അവന്റെ നമ്പറിലോട്ടൊന്ന് വിളിക്കേ. ഈ നേരത്തോ? വിളിക്കങ്ങോട്ട്. എന്തു പറയാനാ? വിളിക്കേ. നിങ്ങൾ വിളിച്ചാ മതി, ഞാൻ സംസാരിച്ചോളാം. വിളിക്കേ. മമ്മി, മമ്മി. ഇവളെന്താ ഈ നേരത്തെ കിടന്ന് വിളിക്കുന്നേ? മമ്മി. എന്താടി? മമ്മി, ഞാൻ നാളെ രാവിലെ ഋഷിയുടെ വീട്ടിൽ പോവാ. ഋഷി രാവിലെ വരുവോ? വന്ന് വിളിക്കാൻ അവനെ കിട്ടില്ലാന്ന്. അങ്ങനെ അഹങ്കാരം പാടില്ലല്ലോ. അവനല്ലേ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് പോയത്. അവൻ വരട്ടെ, അതല്ലേ അതിന്റെ ഒരു മര്യാദ. മമ്മി എന്താ ഈ പറയുന്നേ? അല്ലല്ലോ, ഇവിടെ ആർക്കാ മര്യാദയുള്ളത്? മര്യാദക്കാണ് എല്ലാരും പറയുന്ന പോലെ ഞാൻ അവന്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ? എല്ലാരും കൂടി പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്നത്. പക്ഷെ നിങ്ങൾക്കതിന് വേറെ പദ്ധതി ഉണ്ടല്ലോ. ഇന്നാ എനിക്കത് മനസ്സിലായത്. എന്തു പദ്ധതി? മമ്മിക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ മോളുടെ കാര്യത്തില്? എന്റെ ഭാഗത്ത് എന്താ മമ്മി ചിന്തിക്കാതെ? അപ്പൊ ആരോടെ സ്നേഹമുള്ളത്? കഷ്ടം. ഞാൻ രാവിലെ എന്തായാലും പോവും. അവനോർ ചീക്കുണ്ട്, പക്ഷെ എനിക്കതില്ല. ഞാൻ എന്തായാലും രാവിലെ പെട്ടിയെടുക്കും. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? പപ്പാ, നിങ്ങൾ രണ്ടുപേരും 24 hours എന്തോ ഒരു ഡിസ്കഷനിലാണല്ലോ സ്വന്തം കാര്യത്തിന്. മകളെ കെടിച്ചു വിട്ടപ്പോ ബാധ്യത ഒഴിഞ്ഞെന്നാ? എപ്പോഴും ടെൻഷൻ അടിച്ച് തെക്കും വടക്കും നടക്കുന്നതാണ് രണ്ടുപേരും കൂടി. എന്തായാലും എനിക്ക് വേണ്ടിയല്ല, സ്വന്തം എന്തോ കാര്യത്തിനാ. അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചോളാം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. ചിറ്റപ്പനും കുഞ്ഞമ്മയും സെപ്പറേറ്റ് ആവാൻ കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാ. അതെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു പാവം സ്ത്രീയെ നിങ്ങൾ പാതിരാത്രിക്ക് ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ? മനുഷ്യത്തുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? മമ്മി ഒരു സ്ത്രീയല്ലേ? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? താമസിച്ചുകൊടുത്ത 2 സ്ഥലത്തുനിന്നും അവർ ഇറക്കി വിട്ടു. ആരിറക്കി വിട്ടു നീ പറയുന്നേ? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മി, ആരാ ചെയ്യിപ്പിച്ചെന്നൊക്കെ. പാവം കുഞ്ഞമ്മ ആ കുട്ടികളെയും കൊണ്ട് ഇപ്പൊ ആ തറവാട്ടിലാ താമസിക്കുന്നേ. ഈ ഷാബു ഒക്കെ എവിടെ കൂടി തെതുക്കുന്ന മമ്മി?